إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا സ്നേഹധരണീയരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതം പരമാവധി അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടായിരിക്കണം. ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താത്ത ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് എന്ത് സൗകര്യങ്ങളുണ്ടായാലും അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. ജീവിതത്തിൽ അത് എല്ലാ നിലക്കും നമുക്ക് പ്രകാശം ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ ആ രൂപത്തിൽ കർമ്മപ്പെടുത്തുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉപദേശിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ വെളിച്ചം നമുക്ക് ലഭ്യമാകണം എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാഹുമ്മ ജ്അൽ ഫീ ഖൽബി നൂറ വഫീ സംഇ നൂറ വഫീ ബസ്രി നൂറ വഫീ ലിസാനി നൂറ വഫീ ലഹ്മി നൂറ വഫീ ദമി നൂറ, ഇങ്ങനെ വാൻ യമീനി നൂറ വാൻ ഷിമാലി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ. എൻ്റെ കണ്ണിന്, എൻ്റെ ഹൃദയത്തിന്, എൻ്റെ നാവിന്, എൻ്റെ വലതുവശത്തിന്, എൻ്റെ ഇടതുവശത്തിന്, എൻ്റെ താഴ്ഭാഗത്തിൽ, എൻ്റെ മുകൾ ഭാഗത്തിലൂടെ, ഇവിടങ്ങളിലെല്ലാം റബ്ബിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിലുള്ള പ്രകാശം പടച്ചവന് വെളിച്ചം നീ എനിക്ക് നിശ്ചയിച്ചു തരണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉപദേശിക്കുന്നുണ്ട്, നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജീവിതമാണ്, ഈ ഒരു ധാരണയും ഈ ഒരു ബോധവും ഈ രൂപത്തിലുള്ള നമ്മുടെ എല്ലാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് ശരിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് വെളിച്ചം നൽകുന്നത്, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സൗകര്യങ്ങൾക്കും ഒരു ബർക്കത്ത് നൽകുന്നത് അത് മാത്രമാണ്. അതില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, കം തറക്കൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വൗറസ്നാഹാ ഖൗമൻ ആഖരീൻ വമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. എത്രയെത്ര തോട്ടങ്ങളും അതുപോലെ തന്നെ അരുവികളുമാണ് ഇവിടെ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ വിട്ടേച്ച് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ വസുറൂഇൻ വമഖാമിൻ കരീം, എത്രയെത്ര കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളും ഭവനങ്ങളും വീടുകളുമാണ് ഇവിടെ ആളുകൾ വിട്ടേച്ച് പോയിട്ടുള്ളത്.
വനഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവർ ആഹ്ലാദപൂർവ്വം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് ഈ ലോകത്ത് വിട്ടേച്ചുകൊണ്ട് മനുഷ്യന്മാർ ഈ ലോകത്ത് വിട പറഞ്ഞു പോയിട്ടുള്ളത്. കദാലിക വൗറസ്നാഹ ഖൗമൻ ആഖരീൻ, ഈ പ്രക്രിയ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതെല്ലാം മറ്റൊരു ജനതയ്ക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു പറയുന്നു. എന്നാൽ ഫമാ ബക്കത്ത് അലൈഹിമുസ്സമാഉ വൽ അർള് വമാ കാനൂ മുൻദരീൻ, അപ്പോൾ അവരുടെ പേരിൽ ആകാശങ്ങളോ ഭൂമിയോ ഒന്നും ഇവർക്കിതൊന്നും വേണ്ട വിധത്തിൽ അനുഭവിക്കുവാനോ കൊണ്ടുപോകാനോ സാധിക്കാത്തതിൻ്റെ പേരിൽ ആകാശങ്ങളോ ഭൂമിയോ ഒന്നും ഇവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. അതെവിടേക്കാണ്? നാളെ പരലോകത്തേക്കാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ടത്. അതിന് അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. വസിയത്ത് റഹ്മതി കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും മനുഷ്യന് അനുഭവിക്കുവാൻ പാകപ്പെട്ട രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ആ ആരോഗ്യം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്ന് പാർക്കുക എന്ന ഒരു സ്വഭാവമുണ്ട്. ഇന്ന് അതൊക്കെ എടുക്കപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ സൽമാനുൽ ഫാരിസിയുടെ വീട്ടിൽ വന്നിട്ടുള്ള അബൂദർദാ രാത്രി ഉറങ്ങാതെ നമസ്കരിക്കുന്നതിനുള്ള ശ്രമം കണ്ടപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അത് സമയമായിട്ടില്ല, കുറച്ച് ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചു. രാത്രിയുടെ അന്ത്യയാമത്തിലെത്തിയപ്പോൾ അബൂദർദാ എഴുന്നേറ്റപ്പോൾ നമസ്കരിക്കാൻ പറഞ്ഞു. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പിന്നീട് രണ്ടുപേരും ഒരു പരാതിയായി പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മറുപടി വിശദീകരണം എന്താണ്? സ്വന്തം ശരീരത്തോട്, സ്വന്തം ആരോഗ്യത്തോട്, സ്വന്തം കുടുംബത്തോട്, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അതതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുന്നതോടൊപ്പമാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർദാഹിന് സൽമാൻ റളിയല്ലാഹു അൻഹു നടത്തിയ ട്രീറ്റ്മെൻറ്റിനെ അംഗീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലി നഫ്സിക അലൈക ഇന്ന ലി റബ്ബിക അലൈക ഹഖ, നിൻ്റെ റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട്. വലി ബദനിക അലൈക ഹഖ, നിൻ്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. വ ഇന്ന ലി ബസ്വരിക അലൈക ഹഖ, നിൻ്റെ കാഴ്ചയോട് കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ റസൂൽ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് ഓരോന്നിനോടും നിർവഹിക്കേണ്ടതായ ബാധ്യതയും ഉത്തരവാദിത്വവും നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു കൊടുക്കണം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഈ ഉപദേശം ഇന്നത്തെ നമ്മുടെ ഒരവസ്ഥയിൽ അത് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നേരെ തിരിച്ചുള്ള ഒരവസ്ഥയാണ് നമുക്കുള്ളത്. നമ്മളാരും ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഈ ലോകത്തെ മറന്നുകൊണ്ടോ സൗകര്യങ്ങളെ അവഗണിച്ചുകൊണ്ടോ അല്ല നമ്മൾ ജീവിക്കുന്നത്. പരമാവധി ഈ ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളും മനുഷ്യൻ്റെ വൈകുന്നേരമായാൽ മലബാർ ഏരിയയിലെ കവലകളിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം, ജീവിത പ്രവർത്തനമെന്ന് പറയുന്നത് ഭക്ഷണമാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള ആഹാരക്രമങ്ങളാണ്. അവിടെ ഈ ഹദീസിനെ നമുക്ക് ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കാനേ സാധ്യമാവുകയുള്ളൂ. തിന്നുന്നത്, ഉറങ്ങുന്നത്, മൊബൈലിൽ നോക്കുന്നത്, രാത്രിയുടെ ഉറക്കം, അതുപോലെയുള്ള കാര്യങ്ങൾ, വ്യായാമങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളുടെ കണ്ണിനോടും നിങ്ങളുടെ ആരോഗ്യത്തോടും ഒക്കെ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്ന് തിരുത്തി പറയേണ്ട, ഇന്നത്തെ ഈ ഹദീസിനെ ഈ രൂപത്തിലേക്ക് പുനർവ്യാഖ്യാനിക്കേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ അവസ്ഥ പോകുന്നത്. നമ്മുടെ കണ്ണ് നമുക്കൊരു സാധനം കണ്ടാൽ അതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയിലേക്ക് അതിൻ്റെ സന്ദേശം അയച്ച്
ആ രൂപത്തിൽ നമുക്കതിൻ്റെ തിരിച്ചുള്ള സന്ദേശം കിട്ടുമ്പോഴാണ് അത് സാധനമാണ്, വസ്തുവാണ് എന്ന് നമുക്കറിയുന്നത്. അപ്പോൾ ഈ കണ്ണിനെയും ഈ ഹൃദയത്തെയും ഈ മനസ്സിനെയും ഈ ബുദ്ധിയെയും ഈ ബ്രെയിനിനെയും ഒക്കെ ഈ രൂപത്തിൽ സംവിധാനിച്ചിട്ടുള്ള റബ്ബിൻ്റെ കൽപ്പന നമ്മളോട് പറയുന്നത് നിങ്ങൾ അതിൽ സൂക്ഷിക്കണമെന്നാണ്. ആഹാരത്തിൽ സൂക്ഷിക്കണം, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. 10 മണി മുതൽ 4 മണി വരെയുള്ള ഈ സമയം അത് ഉറക്കിൻ്റെ സമയമാണെന്നാണ് രാത്രി ഇപ്പോഴത്തെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്ന ആളുകൾ പറയുന്നത്. കാരണം ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന സമയമാണിത്. 4 മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറയുന്നതും അതിൽപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികളും നമ്മുടെ യുവാക്കളും എന്ന് വേണ്ട വാർദ്ധക്യം ചെന്ന വയസ്സായിട്ടുള്ള ആളുകൾ പോലും ഈ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ വളരെ നേരം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ കണ്ണിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തയെയും നമ്മുടെ ഉറക്കിനെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റപ്പറ്റുകൾ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ആ സമയത്ത് എഴുന്നേൽക്കണം. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? വമിനൽ ലൈലി അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നിർവഹിക്കേണ്ട നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടും നമ്മൾ മരണപ്പെടുന്ന അവസ്ഥ വരെ എത്തുന്ന സമയത്തേക്ക് നമുക്ക് ആരോഗ്യം നിലനിർത്തിക്കൊണ്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അഖിമിസ്സലാത്ത, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം. ഏത് മുതലാണ് തുടങ്ങുന്നത്? ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ. സൂര്യൻ നമ്മുടെ മധ്യാഹ്നത്തിൽ നിന്ന്, ഉച്ചനേരത്തുള്ള മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റി രാത്രിയുടെ ഇരുളിലേക്ക് അത് പ്രവേശിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ നമസ്കരിക്കാം. ചിലർ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചത് നമസ്കാരം 3 വക്തേ ഉള്ളൂ എന്ന് പറയുന്നു. അതങ്ങനെയല്ല. നമസ്കാരത്തിൻ്റെ ഒരു ബൗണ്ടറി, അതിൻ്റെ ഒരു സമയ പീരീഡ് വിശദീകരിക്കുകയാണ്. സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹുർ നമസ്കാരമായി. ആ നമസ്കാരം ഏതുവരെ തുടരണം? ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുട്ടാകുന്നത് വരെ ഇശാ നമസ്കാരം. അപ്പോൾ ളുഹുർ, അസർ, മഗ്രിബ് എന്ന് 3 സമയങ്ങൾ. ഇലാ ഗസഖിൽ ലൈലി. പിന്നീട് നമസ്കാരമില്ല. പിന്നീട് നമുക്ക് ഉറങ്ങാനുള്ള സമയമാണ്, വിശ്രമിക്കാനുള്ള സമയമാണ്. ഇലാ ഗസഖിൽ ലൈലി. പിന്നീട് നമ്മൾ എഴുന്നേൽക്കുന്നത് വഖുർആനൽ ഫജ്രി, സുബ്ഹി നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുക എന്നുള്ളത് കാന മശ്ഹൂദ, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, അത് നമ്മുടെ എല്ലാ നിലക്കും സാക്ഷ്യം വഹിക്കുന്നതാണ്. നമ്മുടെ ഈ നമസ്കാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതാണ്. നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം ഏറ്റവും കൂടുതൽ സുദൃഢമാകുന്നതാണ്. ലോകമെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഈ സമയത്ത് ഒരു വിശ്വാസി എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയുക, സുജൂദ് ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ള പറയുന്നു, മശ്ഹൂദാണ് എന്നുള്ള പറയുന്നു. വമിനൽ ലൈലി, ഇനി കുറച്ചുകൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ സുബ്ഹിൻ്റെ മുമ്പുള്ള ഒരല്പസമയം, അതാണ് 4 മണിയെങ്കിലും. വമിനൽ ലൈലി വതഹജ്ജദ് ബിഹി, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുക. നാഫിലത്തല്ലക, പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഐച്ഛികമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താൽ അസാ അൻ യബ്അസക റബ്ബുക മഖാമം മഹ്മൂദാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏറ്റവും സ്തുത്യർഹമായ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളെ ഉയർത്തുന്ന കാര്യമാണിത് നമസ്കാരം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഈ സമയങ്ങളെയൊക്കെ പാലിച്ചും ജീവിതത്തിലെ ഈ ചിട്ടവട്ടങ്ങളെയൊക്കെ ശ്രദ്ധിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആരാധനകൾ കൃത്യമായി അനുഷ്ഠിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഈ നിർദ്ദേശങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിലക്കും നമുക്ക് ആരോഗ്യമുണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബ്രെയിനിൻ്റെ ആ ഒരു ഹെൽത്ത് തന്നെയാണ്, ബുദ്ധിയുടെ, തലച്ചോറിൻ്റെ ആരോഗ്യമാണ്. അത് നമുക്ക് നിലനിർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ ഈ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെ ഇല്ലാതെ പോയാൽ നമ്മുടെ
ബ്രെയിൻ ഇല്ലാതെ പോയാൽ, ബുദ്ധി ഇല്ലാതെ പോയാൽ, അതിൻ്റെ നെർവസുകൾ ശരിക്ക് പ്രവർത്തിക്കാതെ പോയാൽ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാനുള്ള രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ എക്കാലത്തും നമ്മുടെ മരണം വരെ ഈ ബുദ്ധി നല്ല നിലയിൽ പ്രവർത്തിക്കും. അത് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തും. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള സമർപ്പണ ബോധം നമ്മളിലുണ്ടാക്കും. നമ്മളിൽ അള്ളാഹു വിനയമുണ്ടാക്കും, കാരുണ്യമുണ്ടാക്കും. ഈ ലോകത്തോട്, അതിൻ്റെ നീതിയോട്, അതിൻ്റെ ധർമ്മത്തോട് സമരഭസപ്പെട്ടുകൊണ്ട് നല്ല നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോരായ്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫയാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വാസികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ അവർ ആരായിരുന്നാലും അവർ അവരുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും നല്ലതായ ഒരു ജീവിതത്തെ ഈ ലോകത്ത് വെച്ച് തന്നെ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അതിന് പുറമേ വലനജ്സിയന്നഹും അജ്റഹും, അവർക്കുള്ളതായ പ്രതിഫലം നാം അവർക്ക് നൽകുകയും ചെയ്യും. ഏത് രൂപത്തിൽ? ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെയൊക്കെ എത്രയോ മെച്ചമായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതൊരു നിർഭയത്വത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം നമുക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളും നമ്മൾ കൈയാളുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഇതൊന്നും നമുക്ക് നഷ്ടമല്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ വിനിയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ബോധത്തോടു കൂടിയുള്ള ജീവിതം നിർഭയത്വം നിറഞ്ഞതാണ്, സമാധാനം നിറഞ്ഞതാണ്. അള്ളാഹു ചോദിക്കുന്നു, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. ഇങ്ങനെ ഇതെല്ലാം ആ രൂപത്തിൽ വീക്ഷിക്കുന്ന ആളുകളും അതല്ലാത്തവരും, ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏത് വിഭാഗമാണ് നിർഭയത്വത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുന്നത് ആരാണ് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ കലർപ്പുകൾ ചേർക്കാതെ ശുദ്ധമായ ഖുർആനും സുന്നത്തും നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ വിശ്വാസം യഥാർത്ഥത്തിൽ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് ഈ ലോകത്ത് നിർഭയത്വമുള്ളത്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ ഉലൈക വഹും മുഹ്തദൂൻ, അവർ തന്നെയാണ് ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് അല്ലാഹു പറയുന്നു. ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബാധകമാണ്. പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഈ പരീക്ഷകളൊക്കെ എങ്ങനെ നേരിടണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ആശങ്ക എല്ലാവരെയും നിലനിൽക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മനസ്സിലേക്ക് കടക്കാൻ പാടില്ലാത്തതിനെ മാറ്റി നിർത്തിക്കൊണ്ടും മനസ്സിലുള്ള തെറ്റായ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടും ശുദ്ധമായ മനസ്സോടുകൂടി പാഠഭാഗങ്ങൾ, അധ്യാപകർ നമുക്ക് പറഞ്ഞു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ചും അതിനെ ആ രൂപത്തിൽ വിലയിരുത്തിയും അത് മനസ്സിൽ ചിട്ടപ്പെടുത്തിയും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയും റബ്ബ് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ കുട്ടികൾ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ യഥാർത്ഥമായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിർഭയത്വത്തോടുകൂടിയുള്ള സമാധാനപൂർണമായ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള
ജീവിതം മുന്നോട്ട് നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഈ രൂപത്തിൽ ഒരു ചിട്ടയും ഒക്കെ അള്ളാഹു ഉണ്ടാക്കി തരട്ടെ. അതിന് സഹായകമാകുന്ന രൂപത്തിൽ കാര്യങ്ങളെ കൈയാളാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലെല്ലാ വിഷമങ്ങളും പോരായ്മകളും രോഗങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് പരിഹരിച്ചു തരികയും ശിഫ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് വമുൻസിലുൽ ബറകാത്തി വഖാദിൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.